സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ പുതിയ പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതി കൊണ്ടുവരാൻ ഒരുങ്ങുന്നു. നിലവിൽ EPF ശൃംഖലയ്ക്ക് പുറത്തുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വിരമിക്കൽ സേവിംഗ്സ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി മുതൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഗിഗ് ഫ്രീലാൻസർ തൊഴിലാളികൾക്കുമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ പുതിയ പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതി കൊണ്ടുവരികയാണ്. നിലവിൽ EPF ശൃംഖലയ്ക്ക് പുറത്തുള്ള ദശലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് വിരമിക്കൽ സേവിംഗ്സ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ നിർദ്ദേശം പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ കൂടി ഇതിനായുള്ള IT അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി EPFO ഇതിനോടകം തന്നെ ടെൻഡറും ക്ഷണിച്ചു കഴിഞ്ഞു. നിലവിലുള്ള സംവിധാന പ്രകാരം 20-ലധികം ജീവനക്കാർ സ്ഥാപനങ്ങൾ മാത്രമാണ് EPFൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പുതിയ പദ്ധതി പ്രകാരം ഇത് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഫ്രീലാൻസർമാർ, കൺസൾട്ടന്റുകൾ, ക്യാബ് ഡ്രൈവർമാർ, ഫുഡ് ഡെലിവറി പങ്കാളികൾ, അസംഘടിത മേഖലയിലെ മറ്റ് തൊഴിലാളികൾ എന്നിവർക്കെല്ലാം ഇതിന്റെ പ്രയോജനം ലഭിക്കും. സാധാരണ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് ലഭിക്കുന്നതിന് സമാനമായ ഒരു വിരമിക്കൽ സേവിംഗ്സ് പ്ലാറ്റ്ഫോം ഇവർക്കും ഇതുവഴി ഉറപ്പാക്കാൻ സാധിക്കും. ഈ പദ്ധതി പൂർണ്ണമായും സ്വമേധയാ ഉള്ളതും സ്വയം ധനസഹായത്തോടെ പ്രവർത്തിക്കുന്നതുമായിരിക്കും. ഇതിൽ തൊഴിലുടമയുടെ സംഭാവന ഉണ്ടാക്കില്ല. ക്രമരഹിതമായ വരുമാനമുള്ള ഗിഗ് തൊഴിലാളികൾക്കും ഫ്രീലാൻസർമാർക്കും അനുയോജ്യമായ രീതിയിൽ ദിവസേനയോ പ്രതിമാസമോ വാർഷികമായോ തുക നിക്ഷേപിക്കാനുള്ള വഴക്കം ഇതിലുണ്ടാകും. സമാഹരിക്കുന്ന തുകയ്ക്ക് നിലവിലെ EPF ഘടനയ്ക്ക് സമാനമായ രീതിയിൽ പലിശ ലഭിക്കുകയും ചെയ്യും. നിലവിലെ EPF നിയമങ്ങൾക്ക് സമാനമായി പ്രതിവർഷം 2.5 ലക്ഷം രൂപ വരെയുള്ള സംഭാവനകൾക്ക് നികുതി ആനുകൂല്യങ്ങളും ലഭിച്ചേക്കും. ഇതിലൂടെ ലഭിക്കുന്ന പലിശയും നികുതിരഹിതമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും സർക്കാർ ഔദ്യോഗികമായ അംഗീകാരം നൽകിയാൽ മാത്രമേ നികുതി ഇളവുകളുടെ കാര്യത്തിൽ അന്തിമ വ്യക്തത വരികയുള്ളൂ. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുള്ള പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ പോലുള്ള പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് പോലെ വരിക്കാർക്ക് സ്വന്തം സംഭാവനയിലൂടെ മാത്രമാണ് തുക കണ്ടെത്തേണ്ടത്. പുതിയ തൊഴിലാളി നിയമങ്ങളുടെ ഭാഗമായി സാമൂഹിക സുരക്ഷാ പരിരക്ഷ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് EPFO ഈ സുപ്രധാന നീക്കം പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.